ഇന്ന് നല്ല മഴയുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. അപ്പൊ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ദോശയായിരുന്നേ. ദോശ ഗോതമ്പിന്റെ ദോശയായിരുന്നു കേട്ടോ. ഗോതമ്പ് ദോശ നമ്മൾ എത്ര ചുട്ടാലും ചുടുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടൊക്കെ ഇരിക്കും. അത് കഴിയുമ്പോൾ അതങ്ങോട്ട് തണുത്തു പോകൂലേ. കുറച്ചു നേരം കഴിയുമ്പോഴേക്കും ഇങ്ങനെ തണുത്തിരിക്കുമല്ലേ. സാധാ ദോശ പോലെ അങ്ങനെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടത്തില്ല അല്ലെ. അപ്പം രാവിലെ ദോശയൊക്കെ ചുട്ടു. ചേട്ടായിയും തക്കുടും മീൻകറി കൂട്ടിയാണ് കഴിച്ചത്. തലേദിവസം വെച്ച കേരയായിരുന്നു കേട്ടോ. അവർ രണ്ടുപേരും ഇത് കൂട്ടി കഴിച്ചു കേട്ടോ. എനിക്കെന്തോ രാവിലെ അത് കഴിക്കാനൊക്കെ തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ ഒരു മുട്ട ഇങ്ങനെ സ്ക്രാമ്പിൾ ചെയ്തെടുത്തു. അതാണ് കേട്ടോ കഴിച്ചത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെയൊക്കെ അങ്ങ് കഴിച്ചു. എന്നിട്ട് അവർ രണ്ടുപേരും പോയി. ചേട്ടായി ജോലിക്കും പോയി, അവൻ സ്കൂളിലും പോയി. പിന്നെ ഞാൻ ഉച്ചക്കത്തേക്ക് മീൻകറിയുടെ കുറച്ച് ബാക്കി ഇരിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് പിന്നെ വേറെ കറിയായിട്ടൊന്നും വെക്കണ്ട. പിന്നെ ഒരു മെഴുക്കുവരട്ടി എന്തെങ്കിലും വെക്കാന്ന് വെച്ചിട്ട് ക്യാരറ്റും ബീൻസും പിന്നെ ഒരു ഉരുളക്കിഴങ്ങും അങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു മെഴുക്കുവരട്ടി ഉണ്ടാക്കാന്ന് ഓർത്തു. അപ്പൊ അതെല്ലാം കൂടി മിക്സ് ചെയ്ത് വെക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അങ്ങനെ മിക്സ് ചെയ്ത് വെക്കുന്നതിന് ഒരു പ്രത്യേക ടേസ്റ്റ്. തന്നെ ഓരോന്ന് ഇങ്ങനെ സെപ്പറേറ്റ് ഇങ്ങനെ ഓരോ സാധനങ്ങൾ തന്നെ ഉണ്ടാക്കുന്നതിനേക്കാളും നല്ലതാണ് ഇങ്ങനെ മിക്സ് ചെയ്ത് വെക്കുമ്പോൾ. അപ്പൊ അങ്ങനെ ഒരു മെഴുക്കുവരട്ടി ഉണ്ടാക്കാനായിട്ടുള്ള അതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പുറത്ത് നിന്നിട്ടാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. എനിക്കിങ്ങനെ പുറത്ത് നിന്നിട്ട് കുക്ക് ചെയ്യുന്നതാണ് കേട്ടോ. കുക്ക് ചെയ്യുന്നല്ല, ഇങ്ങനെ കട്ട് ചെയ്യുന്നതൊക്കെ കൂടുതൽ ഇഷ്ടം. അകത്തു നിന്നും ചെയ്യാറുണ്ട്. ഇന്ന് മഴയുള്ളത് കൊണ്ട് ഞാൻ അകത്തു നിന്ന് ചെയ്യണമെന്ന് വിചാരിച്ചത്. പക്ഷെ എൻ്റെ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും മഴ ഒന്ന് ചെറുതായിട്ട് ഒതുങ്ങി. അപ്പൊ ആ ഗ്യാപ്പിൽ എന്നാ പിന്നെ പുറത്ത് തന്നെ ഒന്ന് ചെയ്യാന്ന് വിചാരിച്ചേ. അപ്പൊ അങ്ങനെ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തു. പിന്നെ അതിന്റെ ഇടയ്ക്ക് കുറച്ച് വേപ്പിലയൊക്കെ പോയി പറിച്ചിട്ട് വന്നു. മുറ്റത്ത് തന്നെ നമ്മുടെ സൈഡിൽ തന്നെ, വീടിന്റെ സൈഡിൽ തന്നെ കുറച്ച് വേപ്പിലയൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ പോയി പറിച്ചിട്ട് വന്നു. അങ്ങനെതാ അത് കട്ട് ചെയ്തെടുത്തു. ഇതുപോലെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞി സ്ക്വയർ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തു കേട്ടോ. പിന്നെ ഞാൻ ഈ പച്ചക്കറിയുടെ വേസ്റ്റ് ഒക്കെ ഇതുപോലെ തെങ്ങിന്റെ ചുവട്ടിൽ നമ്മുടെ പറമ്പിൽ തന്നെയായിട്ട് വരുന്നത്. വേറെ ഫുഡ് വേസ്റ്റ് ഒന്നും ഇടത്തില്ല. നമ്മൾ വെജിറ്റബിൾസ് കട്ട് ചെയ്യുന്ന വേസ്റ്റ് ഉണ്ടല്ലോ, അത് മാത്രം തെങ്ങിന്റെ ചുവട്ടിലൊക്കെ ഇടും കേട്ടോ. അതാകുമ്പോൾ ഇങ്ങനെ അവിടെ കിടന്നങ്ങ് ചെയ്ഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ തെങ്ങിനും അങ്ങനെയുള്ളതിനും വളമായിട്ട് അങ്ങ് മാറിക്കോളൂല്ലോ. പച്ചക്കറിയുടെ വേസ്റ്റ് മാത്രമായിട്ട് എടുത്തുള്ളൂ. അപ്പൊ അങ്ങനെ പിന്നെ ഇത് ഉണ്ടാക്കുന്നത് പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. നമ്മൾ ചുവന്നുള്ളിയും വെളുത്തുള്ളിയൊക്കെ ഇങ്ങനെ ചതച്ചിട്ട് കറിവേപ്പിലേക്ക് ഇട്ടിട്ട് അതൊന്ന് നന്നായിട്ട് വഴറ്റി ഇടിച്ച മുളക് ഇട്ട് താളിച്ചെടുക്കും. എന്നിട്ട് അതിലേക്ക് മഞ്ഞപ്പൊടിയും ഈ വെജിറ്റബിൾസ് ആഡ് ചെയ്തിട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് അടച്ചു വെച്ച് വേവിക്കും. അത്രേ ഉള്ളൂ കേട്ടോ. കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കും. ലേശം വെള്ളം ഒഴിച്ചാൽ മതി. ആവിയിൽ അങ്ങനെ വേവില്ലേ. ഞാൻ ഏത്തക്കായും ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഏത്തക്കായും കൂടെ ഉള്ളതുകൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ചില്ലെങ്കിൽ വേവാൻ പാടാം. ഏത്തക്കായും ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ആവിയിലായാലും വെന്ത് കിട്ടും കേട്ടോ. എന്നിട്ട് അങ്ങനെ ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം വേവിച്ച് കഴിയുമ്പോൾ നല്ല ഇതൊന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല ഡ്രൈ ആയിട്ട് കിട്ടും. ഇതിനൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എല്ലാം കൂടെ മിക്സ് ആക്കി എടുക്കുന്നതുകൊണ്ട് പ്രത്യേക ടേസ്റ്റ് ആണേ. പിന്നെ രാവിലത്തെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് നമ്മൾ കിച്ചൺ ക്ലീൻ ആക്കലാണല്ലോ അടുത്ത പരിപാടി. അപ്പൊ അതൊക്കെ ചെയ്തു. ഗ്യാസൊക്കെ നന്നായിട്ടൊന്ന് സ്റ്റൗവൊക്കെ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി അത് കഴിഞ്ഞു. അപ്പത്തേനും പിന്നെ ഉച്ചയാവും. അപ്പൊ അതൊക്കെ നമ്മുടെ പണികളൊക്കെ തീർന്നു വരുമ്പോഴേക്ക് ഉച്ചയാവൂല. പിന്നെ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കും. തന്നെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ ആടി തൂങ്ങിയൊക്കെ ഓരോന്ന് ചെയ്യത്തുള്ളൂ. പകല് ക്ലാസ് ഉള്ള ദിവസങ്ങളിലൊക്കെ കേട്ടോ. അങ്ങനെ പിന്നെ ഉച്ചക്കത്തെ ഫുഡ് ഞാൻ തന്നെ ഇരുന്ന്, ചിലപ്പോൾ ഞാൻ പുറത്തെ ടേബിൾ ഉണ്ടല്ലോ അവിടെ ഇരുന്നാണ് തന്നെ ഉള്ളപ്പോൾ ഒക്കെ കഴിക്കാറ്. പിന്നെ മഴയുള്ളപ്പോൾ പിന്നെ മഴയുള്ള ദിവസം അവിടെ ഇരുന്ന് കഴിക്കുമ്പോൾ അവിടെ വെള്ളമൊക്കെ തീർക്കും. ഇങ്ങനെ പുറത്താണല്ലോ ഇട്ടിരിക്കുന്നത്. അപ്പൊ പിന്നെ അകത്തിരുന്ന് കഴിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് അവിടെ ഇരുന്ന് കഴിക്കുന്ന ഇഷ്ടം. ഒറ്റയ്ക്കുള്ളപ്പം എല്ലാവരും കൂടെ ഉള്ളപ്പോൾ നമ്മളെല്ലാവരും കൂടെ അകത്ത് തന്നെ ഇരിക്കത്തുള്ളൂ. ഒറ്റയ്ക്കുള്ളപ്പോൾ നമുക്ക് ഇങ്ങനെ മടിയാണല്ലോ. ചിലപ്പോൾ TV ഒക്കെ കണ്ട് അങ്ങനെ അകത്തിരിക്കും. അങ്ങനെ ഓരോ ദിവസം ഓരോ തോന്നല. ചിലപ്പോൾ ഞാൻ ഡൈനിങ് ടേബിളിൽ പോലും ഇരിക്കത്തില്ല, സെറ്റിയിലൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്. അങ്ങനെയൊക്കെ ഇരുന്നിട്ടാണ് കഴിക്കാറ്. ഇന്നിപ്പോ എന്തായാലും ഞാൻ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് പിന്നെ എന്തായാലും ടേബിളിൽ പോയിരുന്നിട്ട് അങ്ങോട്ട് ഫുഡ് കഴിച്ചു. അങ്ങനെ ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞപ്പോഴേക്കും തക്കുടു സ്കൂളിൽ നിന്ന് വന്നു. അപ്പം ഞാൻ ജസ്റ്റ് അവിടെ പോയി നിന്നതായിരുന്നു. അങ്ങനെ പോയി നിൽക്കൊന്നും വേണ്ട, അവൻ തന്നെ വന്നോളും. നമ്മുടെ ഈ സൈഡിൽ തന്നെയാണ് വണ്ടി നിർത്തുന്നത്. ഇന്ന് ചുമ്മാ അവിടെ പോയി നിന്നതാ. കാരണം മഴയ്ക്കുള്ളൊരു ചെറിയ ഇതുള്ളതുകൊണ്ട് കുടയും കൊണ്ട് പോയി നിൽക്കണമെന്ന് ആലോചിച്ച് ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പൊ മഴ എന്തായാലും പെയ്തില്ല. അത് കാരണം പിന്നെ ഞാൻ വിളിച്ചുകൊണ്ട് വന്നു. പിന്നെ വൈകുന്നേരം ആയപ്പോഴേക്കും കുറച്ച് പന്നിയിറച്ചി, പോർക്കിറച്ചി ഇരിക്കുന്നുണ്ടായിരുന്നു. ഫ്രിഡ്ജിൽ ഇരുന്നതാ. അത് കഴിഞ്ഞ ദിവസം എൻ്റെ ആന്റിയും കുഞ്ഞാച്ചനും വന്നപ്പോൾ കൊണ്ടുവന്നാണേ. അപ്പൊ അവര് കൊണ്ടുവന്നത് ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതൊന്ന് കറി വെക്കാനായിട്ട് എടുത്തതാണ് കേട്ടോ. ഏത്തക്കായ ഇട്ടിട്ടൊന്ന് ഇങ്ങനെ ഡ്രൈ ആക്കി എടുക്കാനാണ് കേട്ടോ. അപ്പൊ അതൊന്ന് മസാലയൊക്കെ പറ്റി നേരെ അടുപ്പത്ത് വെച്ചു.
അത് ഈ പന്നിയിറച്ചി പകുതി വെന്ത് കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് ഏത്തക്ക ചേർത്ത് പകുതി ഒന്നായി കഴിഞ്ഞിട്ടോ കുക്കറിൽ വെക്കാം. ഞാനിപ്പോ ഇന്ന് അടുപ്പിൽ കലത്തിലാണ് കേട്ടോ വെച്ചത്. അങ്ങനെ അതൊരു പകുതി വേവായി കഴിയുമ്പം അതിലേക്ക് കുറച്ച് ഏത്തക്കായും കൂടെ അരിഞ്ഞ് ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു അതിനകത്ത് ഈ പന്നിയിറച്ചിക്കകത്ത് കുറച്ച് നെയ്യ് ഉണ്ടാവുമല്ലോ. അപ്പൊ അത് ഏത്തക്കായ ഇട്ട് കഴിയുമ്പോൾ ആ നെയ്യ് കുറച്ച് ഏത്തക്കായ അങ്ങ് വലിക്കും. അപ്പൊ നമുക്ക് ആ നെയ്യുടെ കുറച്ച് ഇത് കുറയുകയും ചെയ്യും. പിന്നെ ഏത്തക്ക കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അത് നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അത് ഇഷ്ടമുള്ളവർക്ക് നല്ലതാണ്. ഇവിടെ ചേട്ടായിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളെപ്പോഴും അങ്ങനെ ഉണ്ടാക്കാറ്. പിന്നെ അത് വെന്ത് വന്നു കഴിഞ്ഞപ്പം അതൊന്ന് കടുക് പൊട്ടിച്ച് താളിച്ചെടുക്കുക. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അതിനകത്ത് കടുക് പൊട്ടിക്കുമ്പോൾ നമ്മൾ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും മാത്രം ഇട്ട് കറിവേപ്പിലയും ഒക്കെ ഇട്ട് പച്ചമുളകും ഇട്ടിട്ട് ഒന്ന് താളിച്ചിട്ട് ഈ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പന്നിയിറച്ചി ഇട്ടിട്ട് പിന്നെ അതിനൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കും. അത്രേ ഉള്ളൂ താളിച്ചെടുക്കാനായിട്ട്. വേറെ സവോള അങ്ങനെയൊന്നും ഞാൻ ചേർക്കാറില്ല. ഓരോരുത്തരും ഓരോ സ്റ്റൈലിലായിരിക്കും ഉണ്ടാക്കണം. ഇവിടെ ഞാൻ അങ്ങനെ ഉണ്ടാക്കാറ്. ഇതിന് പോർക്കിനകത്ത് ഞാൻ സവോള ഒന്നും ചേർക്കാറില്ല കേട്ടോ. ഇത്രയും ചേർക്കാറുള്ളൂ. വേവിക്കുമ്പോൾ ആണെങ്കിലും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും മാത്രം ചേർത്തിട്ട് വേവിക്കും. പിന്നെ മസാല മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ ചേർക്കാറില്ല. കോമൺ ആയിട്ട് ബീഫിനൊക്കെ ചേർക്കുന്ന സെയിം മസാല തന്നെ ചേർക്കാറ് കേട്ടോ. അങ്ങനെ വേവിച്ചു. അതൊന്ന് ഇതാക്കി ഡ്രൈ ആക്കി എടുത്തു. പിന്നെ കുറച്ച് കപ്പ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. തേങ്ങയൊക്കെ അരച്ചിട്ട് പുഴുങ്ങി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പുഴുങ്ങാൻ നല്ല വേവിച്ച് ഉടച്ചെടുക്കത്തില്ല, അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നേ. അത് വീഡിയോ ആയിട്ട് എടുത്തിട്ടില്ല. അതാ കപ്പയാണിത്. കപ്പയും പന്നിയിറച്ചിയും അതായത് പോർക്കും കൂടി നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ കഴിക്കാനായിട്ട്. നല്ല ഈ പോർക്കിന് നെയ്യൊക്കെ ഉള്ളതുകൊണ്ട് നല്ലൊരു കോമ്പിനേഷൻ അത്. പന്നി അതിങ്ങനെ ഡ്രൈ ആക്കി ഇതുപോലെ ഫ്രൈ ആക്കി എടുത്തായിരുന്നേ. അപ്പൊ അത് രണ്ടും കൂടി സെറ്റാക്കി അവിടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് കഴിക്കണം. അടുത്ത പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കഴിക്കുക എന്നുള്ളതാണ്. കപ്പ പുഴുങ്ങിയതും പന്നിയും കൂടി. അപ്പൊ ഞാൻ അത് കഴിക്കട്ടെ കേട്ടോ. അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എൻ്റെ ഒരു ചെറിയ ഒരു വിശേഷങ്ങൾ ഇന്നത്തെ ദിവസത്തിൽ കുറച്ച് കാര്യങ്ങളെല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആയിരുന്നേ. അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ലൈക്കും ഷെയറും കമന്റും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ എല്ലാവർക്കും ബൈ. Thanks for watching. Like, comment, share and subscribe.